ഇറാൻ ഷിയ രാജ്യമാണ്. ആക്രമിക്കുന്നത് മുഴുവൻ സുന്നി രാജ്യങ്ങളെയുമാണ്. അതെന്താണ് അങ്ങനെ? സുന്നി അല്ലാത്തൊരു രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇസ്രായേലിനെയാണ്. അതെ. ഇസ്രായേൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൗദി അറേബ്യ ആയാലും കുവൈറ്റ് ആയാലും ഖത്തറായാലും ഒമാൻ ആയാലും മറ്റേ UAE ആയാലും ബഹ്റിൻ ആയാലും ഇതെല്ലാം തന്നെ സുന്നി രാജ്യങ്ങളാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു മതപരമായ വൈരം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പ്രവാചകന് ശേഷം അധികാരത്തിലെത്തും എന്ന കാര്യത്തിൽ അധികാര തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ രീതിയിൽ പുറത്തു വന്നിരുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 632 പ്രവാചകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 2 പേര്, ഒന്ന് അബൂബക്കർ, 2 അലി. രണ്ടും ശിഷ്യന്മാരാ? അല്ല, രണ്ടും ശിഷ്യന്മാരാണ് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അബൂബക്കർ അമ്മായിയപ്പനാണ് പ്രവാചകൻ്റെ അമ്മായിയപ്പൻ, ഭാര്യയുടെ അച്ഛൻ. അലി പ്രവാചകൻ്റെ മകളുടെ ഭർത്താവ്. രണ്ടുപേരും വളരെ ക്ലോസ് റിലേറ്റീവ്സാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മയ്യത്തുമായിട്ട് ഇയാൾ മറ്റേ ഖബർസ്ഥാനിലേക്ക് പോയി അടക്കം ചെയ്യാനായിട്ട്. അവിടെ പോയി അതിൻ്റെ ചുറ്റുവട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അബൂബക്കർ അടുത്ത ഖലീഫയായിട്ട് യാതൊരു വിധ നടപടിക്രമങ്ങളും പാലിക്കാതെ സ്വയം പ്രഖ്യാപിത ഖലീഫയായിട്ട് തീരുകയാണ് ചെയ്തത്. സ്വയം അങ്ങ് അവരോധിച്ചു. അവിടെ 3-4 പേരുണ്ടായിരുന്നു. അവർ കൂടിയിട്ട് മുത്തലാഖ് എന്ന് പറഞ്ഞ രീതിയിൽ അവർ കൂടിയിട്ട് പറഞ്ഞ് ബക്കർ ഖലീഫ എന്ന് പറഞ്ഞ് ബക്കർ ഖലീഫയായിട്ടിരുന്നു. 2 കൊല്ലവും പുള്ളിക്ക് പക്ഷേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും രോഗബാധിതനായി അദ്ദേഹം മയ്യത്തായി, മരിച്ചുപോയി. പക്ഷെ ഇദ്ദേഹം സ്ഥാപിച്ചതാണ് സുന്നി ട്രഡീഷൻ, അബൂബക്കർ. അപ്പോൾ അബൂബക്കർ സ്ഥാപിച്ചതാണ് സുന്നി ട്രഡീഷൻ. ഇത് കഴിഞ്ഞിട്ട് 2ാം ഖലീഫ വന്ന്, 3ാം ഖലീഫ വന്ന്, 4ാം ഖലീഫയായിട്ട് അലി വന്നു. ആ അലി സ്ഥാപിച്ചതാണ് ഷിയ ട്രഡീഷൻ. ഇതെന്താ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, അതാണ് വ്യത്യാസം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ബിംബാരാധനയെയും ബഹുദൈവ വിശ്വാസത്തെയും സമ്പൂർണമായി എതിർക്കുന്നത്, അതിനെ നിരാകരിച്ചുകൊണ്ടുള്ള സംശുദ്ധമായ ഇസ്ലാം മതം ഈ ഷിയാക്കളുടെയാണ് എന്നാണ് അബു പറയുന്നത്. അതിന് കാരണം എന്താണ്? കാരണം ഇവർ കാബയിൽ നടത്തുന്ന ആചാരം ദൈവനിന്ദയാണെന്നാണ് വാദം. കാബയിൽ മറ്റേ കല്ലെറിയലും ചെകുത്താന കൊണ്ടുവരികയും ചെകുത്താന കല്ലെറിയുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അനിസ്ലാമികമാണ് എന്നാണ് ഷിയാക്കളുടെ വാദം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള സ്പർദ്ധ വളരെ വലുതായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ ഈ ഇറാൻ സമ്പൂർണമായിട്ടും ഏതാണ്ട് ഈ ഷിയാക്കളുടെ കീഴിൽ അമർന്നപ്പോൾ ഇറാഖ് അതുപോലെ തന്നെ വളരെ ശക്തമായൊരു രാജ്യമായിട്ട് സുന്നികളുടെ ട്രഡീഷനിലും വന്നു. ബാക്കി രാജ്യങ്ങൾ ആദ്യകാലത്ത് ഇവരൊന്നും അത്ര ശ്രദ്ധിച്ചിരുന്നില്ലായിരുന്നു. പെട്രോ ഡോളർ വരുന്ന 1930കളിലാണ് പെട്രോ ഡോളറിൻ്റെ പ്രാമുഖ്യം വരുന്നത്. 1950 ആയപ്പോഴേക്കും പെട്രോ ഡോളർ വരുമാനം കിട്ടിത്തുടങ്ങി. 1960 ആയപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ സമ്പത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും ആധുനിക ജീവിതത്തിലേക്കും കടന്നു വരികയാണ് ചെയ്യുന്നത്. ആ കാലത്ത് വന്ന അപ്പോൾ സൗദി അറേബ്യ, മറ്റേ UAE, ബഹ്റിൻ, പിന്നെ ഇത് മറ്റേ ഖത്തർ, ഒമാൻ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ സുന്നി ട്രഡീഷനിലാണ് വന്നിട്ടുള്ളത്. മറ്റവർ ഷിയ ട്രഡീഷനിൽ നിൽക്കുകയും ചെയ്തു.
ഈ സുന്നി ഷിയ കോൺഫ്ലിക്റ്റ് എന്നും ഉണ്ടായിട്ടുണ്ട്. അനേകം പ്രാവശ്യം അത് യുദ്ധത്തിലേക്ക് പോയിട്ടുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെയും അടിത്തറയായിട്ട് ഇതുകൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ പശ്ചാത്തലത്തിലാണ് ഈ മറ്റേ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ച ഉടനെ തന്നെ അത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നേരെ പോയിട്ട് സുന്നി രാജ്യങ്ങളെ മുഴുവൻ തകർക്കേണ്ടി ചെയ്ത്. സൗദി അറേബ്യ സുന്നിയാണ്, യുണൈറ്റഡ് എമിറേറ്റ്സ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അത് സുന്നിയാണ്, ഒമാൻ സുന്നിയാണ്, ഖത്തർ സുന്നിയാണ്. ഇങ്ങനെ ഈ രാജ്യങ്ങൾ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്ന രാജ്യങ്ങൾ മുഴുവനും സുന്നിയാണ്. സാർ, എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പോൾ അതിന് പിന്നിലുള്ള കാരണമായിട്ട് ഇപ്പോൾ പൊതുവിൽ പറയുന്നത് അവിടെയെല്ലാം US-ൻ്റെ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, അതാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നല്ലേ പറയുന്നത്? അല്ല, US-ൻ്റെ സൈനിക കേന്ദ്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ സ്വന്തമായി സൈനിക ശക്തിയെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല. അത്ര അതിനുള്ള ആൾബലമില്ല, അതിനുള്ള വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഉയർച്ചയില്ല, ഇതൊന്നും ഇല്ലാത്ത കാരണം ഈ പണം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പണം സംരക്ഷിക്കണമല്ലോ. പണം സംരക്ഷിക്കാൻ വേണ്ടി അവർ ആശ്രയിച്ചത് 2 ശക്തികളെയാണ്. അത് ഒന്ന് ആരെയാണെന്ന് വെച്ചാൽ ഒന്ന് അമേരിക്കയെയും 2 ഇസ്രയേലിനെയുമാണ്. അബയുടെ രഹസ്യാന്വേഷണ വിഭാഗം മൊസാദാണ് എന്നാണ് രസകരമായൊരു കാര്യം. മൊസാദ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയാണ്. മൊസാദാണ് അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അരാംകോ ആക്രമിച്ചു എന്നും പറഞ്ഞ് കണ്ട്. അരാംകോ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ അറബ് ഓയിൽ കമ്പനിയാണ്. ആ അമേരിക്കൻ അറബ് ഓയിൽ കമ്പനിയുടെ ആ പ്രദേശം മുഴുവൻ അമേരിക്കയുടെ കീഴിലാണ്. അവിടെ അമേരിക്കൻ നിയമമാണ്, അമേരിക്കൻ ജീവിത രീതികളാണ്. ഇതാണ് അവിടുത്തെ പരിപാടി, ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇത് ഈ എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അമേരിക്ക കാശ് വാങ്ങിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവരെ ആക്രമിക്കുന്നത് എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് ആക്രമിച്ചാൽ അമേരിക്ക ആക്രമണം ആകില്ലല്ലോ. അമേരിക്കക്ക് എന്താ കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത്? അമേരിക്കക്ക് എന്താ? അമേരിക്കയിലേക്കേ ചെല്ലുന്നില്ലല്ലോ. അമേരിക്ക സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി ഇവർ മിസൈൽ ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ മിസൈൽ അവർ കുറേ നശിപ്പിക്കുന്നുണ്ട്, കുറേ അങ്ങോട്ട് പോകുന്നുണ്ട്, പിന്നെ പോയിട്ടെന്ന് വെച്ചാൽ ഓയിൽ റിഫൈനറികളിൽ തീയിടുന്നുണ്ട്. ഇതൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കണം. ഇതൊക്കെ സത്യത്തിൽ അമേരിക്കയേക്കാൾ കൂടുതൽ ആരെയാണ് ദ്രോഹിക്കുന്നത്? ആ രാജ്യങ്ങളെയല്ലേ. ആ രാജ്യങ്ങളെ ദ്രോഹിക്കുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഈ മതത്തിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഒരു തക്കം നോക്കി കിട്ടിയപ്പോൾ തക്കം പാർത്തിരുന്ന് ചെയ്ത് അടിക്കുക എന്നുള്ളതൊരു ഒരു സമയം എടുത്തിരിക്കുകയാണ്. അതൊരു കാരണമാണ്. എന്നാൽ ഇവർ പുറത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ന്യായമായൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ അണുവായുധ നിർവ്യാപന കരാർ 1967 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ അതിലംഗമല്ല, ഇറാൻ അതിലംഗമാണ്. അംഗരാഷ്ട്രങ്ങൾക്ക് 4 or 5 ആർട്ടിക്കിൾസേ ഉള്ളതിനകത്ത്. അംഗരാഷ്ട്രങ്ങൾക്ക് ചില വ്യവസ്ഥകളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന അണുവായുധ ശേഷി മറ്റു രാജ്യങ്ങൾക്ക് പങ്കുവെക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു അണുവായുധ ശേഷി ഉണ്ടല്ലോ, ബോംബ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണം, വേറൊരാൾക്കും പങ്കുവെക്കരുത്. അതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വ്യവസ്ഥ. നിങ്ങളത് നിങ്ങളുടേതായിട്ട് സൂക്ഷിച്ചോളണം. നിങ്ങളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞാൽ അത് വലിയ അപകടം വിളിച്ചു വരുത്തും. അപ്പോൾ അത് 67 മുൻപുള്ളത്. 67 ശേഷമാണെങ്കിൽ അണുവായുധങ്ങൾ ഉണ്ടാക്കുന്ന ആണവ പരീക്ഷണങ്ങളിൽ ഈ അംഗരാജ്യങ്ങൾ ആരും ഇടപെടാൻ പാടില്ല. ഇനി അങ്ങനെ ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കണം. പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിയന്ന ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ സമ്മതത്തോടു കൂടിയ ഒരു സംഘടനയുണ്ട്.
ആ സംഘടന പറയുന്നത് പ്രകാരം കോംപ്രിഹെൻസീവ് സേഫ് ഗാർഡ് ഏജൻസി അവരുടെ പരിശോധനകൾ നടത്തണം. ആ പരിശോധനകൾക്ക് ഈ ഒപ്പിട്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും സ്വമേധയാ തയ്യാറായിരിക്കണം. ഇതാണ് ഇതിൻ്റെ വ്യവസ്ഥ. 5-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം അവർക്ക് ഈ വ്യവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യാം. ഇറാൻ ഒഴിഞ്ഞു പോയിട്ടില്ല. പക്ഷേ ഇറാൻ പാകിസ്ഥാന് അണുവായുധം നൽകി. അത് US അല്ലേ സർ? US-ന്റെ കേന്ദ്രങ്ങളല്ലേ ഉള്ളത്? അല്ലല്ലേ, ഇറാനാണ് നൽകിയിട്ടുള്ളത്. US അല്ല നൽകിയിട്ടുള്ളത്. US നൽകിയിട്ടുണ്ടാകാം, പക്ഷേ ഇറാൻ നൽകി. 2018 ശേഷം ഒരു തരത്തിലുള്ള പരിശോധന നടത്താനും ഇവർ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ഇവരിൽ നിന്ന് തീവ്രവാദ സംഘങ്ങൾ, ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ വരെ അണുവായുധങ്ങൾ വാങ്ങിക്കൊണ്ടുണ്ട് എന്നൊരു ആക്ഷേപവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഹിസബുള്ള പോലുള്ള, ഹിസബുള്ള എന്ന് പറഞ്ഞാൽ ഇവർ വളർത്തിയെടുത്തേക്കുന്ന സംഘടനയാണ്, ഇവരുടെ പ്രോക്സികളാണ്. ഇപ്പം ലെബനൻകാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഹിസബുള്ളക്കാരും ആയുധം അവിടെ വെച്ച് കീഴടങ്ങണമെന്ന്. ആരും കൊണ്ട് ആയുധം കൊടുത്തിട്ടില്ല ഇതുവരെ. ഹിസബുള്ള അവർക്ക് തന്നെ ഇപ്പോൾ വയ്യാതെയായി ഹിസബുള്ള ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഈ ആയുധം കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ അപായകരമായ ഒരു രംഗത്തേക്ക് ലോകത്തെ എത്തിക്കുന്ന തരത്തിലേക്ക് ഇറാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ഇസ്രായേലിൻ്റെയും ആക്ഷേപവും ആരോപണവും. സർ, അപ്പോൾ ഒരു സംശയം എന്ന് പറയുന്നത് പാകിസ്ഥാൻ സുന്നി രാജ്യമാണ്, ഇറാൻ ഷിയയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇറാൻ പാകിസ്ഥാന് ഈ അണുവായുധം കൊടുത്തു എന്ന് പറയുന്നത്? പാകിസ്ഥാനിലും മറ്റേ ഷിയാക്കളുണ്ട്. മാത്രവുമല്ല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ അയത്തുള്ള ഖമനേയിയെ കൊന്നല്ലോ. കൊന്നു കഴിഞ്ഞപ്പോഴൊക്കെ അവിടെ സുന്നികളും ഷിയാക്കളും ഒരുമിച്ചായിരുന്നു പ്രകടനം നടത്തിയത് ഇയാൾക്ക് വേണ്ടിയിട്ട്. പിന്നെ പൈസയല്ലേ ഇത് കിട്ടുന്നത്, പൈസയുടെ കാര്യത്തിലും സുരക്ഷയുടെ കാര്യത്തിലും. അപ്പോൾ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, മറ്റേ നമ്മുടെ എന്താണ് യൂതന്മാർ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമല്ലോ. ആ യൂതന്മാരല്ലേ കാബക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്? കോൺട്രഡിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അമേരിക്കയല്ലേ, ഇവർ പാശ്ചാത്യത്തിനെതിരാണല്ലോ. എല്ലാ പാശ്ചാത്യ ചിന്തകൾക്കും ഇസ്ലാമുകൾ എതിരാണ്. അമേരിക്കയല്ലേ ഇവിടെയൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന. അങ്ങനൊരു വൈരുദ്ധ്യം ഇതിനകത്തുണ്ട്. അത് അവർ തമ്മിലുള്ള ഒരു കാര്യമായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഈ പരിശോധനയും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരോട് പലവട്ടം ഇത് ചോദിച്ചിട്ടും കൊടുക്കാതെ ഇവർ വസ്തുതകൾ മുഴുവൻ ഒളിച്ചു വെക്കുന്നു, കൺസീൽമെൻറ്റ് ഒളിച്ചു വെക്കുന്നു എന്നുള്ള ആക്ഷേപം. ഇത് 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഇതിന് ഇപ്പം ഈ യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള കാരണം. യുദ്ധത്തിലേക്ക് എത്തിച്ചത് ഈ 2 കാരണങ്ങളെ കൊണ്ടാണ്. ഈ 2 കാരണങ്ങളും വളരെ അപകടം പിടിച്ചതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ടെററിസം വളർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ട്? ഇസ്ലാം 95%, 90%, 85% ഒക്കെ ഉള്ള രാജ്യങ്ങളുണ്ട്. നോക്കി 99% മുതൽ അല്ലെങ്കിൽ 100% ഉള്ള രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ് പിന്നെ തീവ്രവാദം വരുന്നത്? അപ്പോൾ തീവ്രവാദത്തിൻ്റെ ഒരംശം ഇസ്ലാമിൻ്റെ ബ്ലഡിലുണ്ട് എന്ന് വേണമല്ലോ കരുതാനായിട്ട്. ആ തീവ്രവാദത്തെ ഇവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് 3ാമത്തെ കാര്യമാണ്. ഈ 3 കാരണങ്ങളാണ് ഈ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വന്നത്. അത് ഈ മതപരമായ പ്രശ്നം അടക്കമുള്ളത് കൊണ്ട് അതങ്ങനെ പെട്ടെന്ന് ഇത് പരിഹരിക്കപ്പെടില്ല. 10 വർഷം ഇറാഖ് യുദ്ധം നീണ്ടു നിന്നില്ല, 9 വർഷത്തിലേറെ നീണ്ടു നിന്നു. എന്നും ഈ യുദ്ധം ചെയ്യുന്ന ഒരു ശീലം ഇറാന് അങ്ങനെ കൈവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് യുദ്ധം ഒരു ശീലം മാത്രമാണ്.